വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 7ാമത്തെ ചാപ്റ്റർ ഞങ്ങളെ മീഡിയ ആൻഡ് സോഷ്യൽ റിഫ്ലക്ഷൻസ്, മാധ്യമങ്ങളും സാമൂഹിക പ്രതിഫലനങ്ങളും. നമ്മൾ അതിൻ്റെ ഒരു പാർട്ട് ഇട്ടതാണ്. ഇത് 2ാമത്തെ പാർട്ടാണ്. ഈ ടെസ്റ്റ് അതിന് ഞാൻ 30 ക്വസ്റ്റ്യൻ ആൻസറേ മൊത്തം ആദ്യ പാർട്ടിൽ 15 എണ്ണമായിരുന്നു കേട്ടോ. ഇപ്പോൾ 15 എണ്ണം ഇട്ടിട്ടുണ്ട്. അങ്ങനെ മൊത്തം 30 ക്വസ്റ്റ്യൻ കുഞ്ഞുങ്ങളെ ഇട്ടേക്കുന്നത്. അത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണം കേട്ടോ. ഇനി ഇതിനകത്തിൽ നമ്മൾ മീഡിയയെക്കുറിച്ചാണ് പഠിക്കുന്നത് അല്ലേ. മീഡിയ എന്ന് വെച്ചാൽ എന്താണ്? മാധ്യമങ്ങൾ, നമ്മുടെ പേപ്പറും റേഡിയോയും ടി വി അല്ലേ, ഇതെല്ലാം മീഡിയകളാണ്. പിന്നെ അതുപോലെയാണ് നിങ്ങൾ റേഡിയോയെക്കുറിച്ച് ചോദിച്ചാലും കേട്ടോ. റേഡിയോ അതും ഒരു മാധ്യമങ്ങളിൽ ഒന്നാണ് കേട്ടോ. ഞാൻ അതിൻ്റെ കുറേ വൺ വേഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് മനസ്സിലാക്കണം, എഴുതിയെടുക്കണ്ട, ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. നമ്മുടെ കേരളത്തിൻ്റെ ആദ്യത്തെ പത്രം രാജ്യസമാചാരം എന്നതാണ് കേട്ടോ. ഇതിട്ട് നമ്മുടെ മീഡിയയെക്കുറിച്ച് പഠിക്കുമ്പം ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. മീഡിയയിൽ ഒന്നാണല്ലോ പത്രം. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ പത്രം രാജ്യസമാചാരമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ റേഡിയോ സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ ആകാശവാണി. നമ്മൾ റേഡിയോ അങ്ങോട്ട് തുടങ്ങുമ്പോഴേ ആകാശവാണി തിരുവനന്തപുരം, തൃശ്ശൂർ എന്നും പറഞ്ഞല്ലേ കുഞ്ഞുങ്ങളെ തുടങ്ങുന്നത് തന്നെ അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ റേഡിയോ സ്ഥാപനം ആകാശവാണിയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ പുറത്തിറക്കുന്ന രാജ്യം ഇന്ത്യയാണ്. സോഷ്യൽ മീഡിയ ദിനം ആയിട്ടിപ്പോൾ ജൂൺ 30 കേട്ടോ. സോഷ്യൽ മീഡിയ ദിനമായിട്ട് ജൂൺ 30. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാർത്താ ഏജൻസിയായ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ കേട്ടോ, പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാർത്താ ഏജൻസി ഏതാണെന്ന് ചോദിച്ചാൽ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ കേട്ടോ. അത് 1947 ഓഗസ്റ്റ് 27. ഏതാണെന്ന് ചോദിച്ചാൽ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ആണ്. എന്നാണെന്ന് ചോദിച്ചാൽ 1947 ഓഗസ്റ്റ് 27. ഇന്ത്യയിലെ ആദ്യത്തെ തമിഴ് പത്രം ഏതാണ് കുഞ്ഞുങ്ങളെ? ഈ കേരളത്തിലെ ആദ്യത്തെ പത്രം രാജ്യസമാചാരമാണ് കേട്ടോ. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ തമിഴ് പത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വദേശമിത്രനാണ് കേട്ടോ. തമിഴുണ്ടല്ലോ, സ്വദേശമിത്രൻ. ദേശീയ പത്ര സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 14. ലോക പത്ര സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് 3 ആ 2 ഡേറ്റും തിരിഞ്ഞു പോകല്ലേ. ദേശീയ പത്ര സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 16. ലോക പത്ര സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് 3. ഇന്ത്യയിലെ ന്യൂസ് പേപ്പർ ദിനം ജനുവരി 29. ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ഇന്ത്യയിലെ ഇംഗ്ലീഷ് ദിനപത്രം ടൈംസ് ഓഫ് ഇന്ത്യയാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യയിലെ ഇംഗ്ലീഷ് പത്രം, തമിഴ് ഏതാ ഇംഗ്ലീഷ് എന്നൊക്കെ നമ്മൾ പറയില്ല. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ഇംഗ്ലീഷ് പത്രം ടൈംസ് ഓഫ് ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ പുറത്തിറക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശാണ്. സംസ്ഥാനമാണ് കേട്ടോ. ലോകത്ത് ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങളാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ്. തിരിഞ്ഞു പോകല്ലേ. ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ പുറത്തിറക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശാണ് കേട്ടോ. കേസരി എന്ന പത്രം ആരംഭിച്ചത് ബാലകൃഷ്ണപിള്ളയാണ് കേട്ടോ. കേസരി എന്ന പത്രം ആരംഭിച്ചത് ബാലകൃഷ്ണപിള്ള. ഇന്ത്യയിലെ ആദ്യത്തെ സായാഹ്ന പത്രം, വൈകിട്ടൊക്കെ ഇറങ്ങുന്ന പത്രം ഉണ്ടല്ലോ, ഇന്ത്യയിലെ ആദ്യത്തെ സായാഹ്ന പത്രം മദ്രാസ് മെയിലാണ് കേട്ടോ. മദ്രാസ് മെയിൽ. ഇനി പത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രസ് മീഡിയ ആണ്. അതൊക്കെ വൺ വേഡിന് ചോദിക്കാവുന്ന കേട്ടോ. പത്രം ഒരു പ്രിന്റ് മീഡിയ ആണ്. പ്രിന്റ് മീഡിയ എന്ന് വെച്ചാൽ അച്ചടി മാധ്യമങ്ങളാണ് ഈ പത്രം. എന്നാൽ റേഡിയോ ഒരു ബ്രോഡ്കാസ്റ്റ് മീഡിയ ആണ് അല്ലേ, പ്രക്ഷേപണ മാധ്യമങ്ങളാണ്. അപ്പോൾ അത്രയൊന്ന് റഫായിട്ടൊന്ന് അറിഞ്ഞിരിക്കണേ നിങ്ങൾ കേട്ടോ. നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. നമ്മൾ ആദ്യത്തെ 15 എണ്ണം തന്നതാണ്. അഥവാ കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് എഴുതിയെടുത്തോണേ കുഞ്ഞുങ്ങളെ. മാസ് മീഡിയ അല്ലെങ്കിൽ ബഹുജന മാധ്യമങ്ങൾ എന്നാൽ എന്താണ്? Mass media refers to different form of communication that can simultaneously reach many people. These include newspapers, magazines, radio, televisions, the internet and social media. Mass media refers to different form of communication that are simultaneously ഇച്ചിരി കട്ടിയുള്ള വാക്കാണ്. റീച്ച് മെനി പീപ്പിൾസ്. ദീസ് ഇൻക്ലൂഡ് ന്യൂസ് പേപ്പേഴ്സ്, മാഗസീൻസ്, റേഡിയോ, ടെലിവിഷൻ,
ദ ഇൻ്റർനെറ്റ് ആൻഡ് സോഷ്യൽ മീഡിയ. എന്താണ് മാസ് മീഡിയ എന്നാൽ? നമ്മളിത് നല്ലപോലെ ഒന്നാമത്തെ പാർട്ടി പറഞ്ഞതാണ്. എന്നാലും നിരവധി ആളുകളിലേക്ക് ഒരേ സമയം ആശയവിനിമയം നടത്താൻ കഴിയുന്ന വിവിധ രൂപങ്ങളാണ് ബഹുജന മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. പത്രങ്ങൾ, മാസികകൾ, റേഡിയോ, ടെലിവിഷൻ, ഇൻ്റർനെറ്റ്, സാമൂഹ്യ മാധ്യമങ്ങൾ തുടങ്ങിയവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. രണ്ടാമത്തത് ആശയവിനിമയ ഉപാധി എന്ന നിലയിൽ വിവിധ മാധ്യമങ്ങളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ. കംപ്ലീറ്റ് ദ ലിസ്റ്റ് ഇൻഡിക്കേറ്റിംഗ് വാട്ട് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഡിഫറെൻറ്റ് മീഡിയ ഫോർ കമ്മ്യൂണിക്കേഷൻ. നമുക്ക് ഇത്രയേ ഉള്ളൂ നിങ്ങൾ. അതിനകത്ത് മീഡിയകൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. പ്രിൻ്റ് മീഡിയ ഉണ്ട് അല്ലേ, റേഡിയോ ഉണ്ട്, ടെലിവിഷൻ ഉണ്ട്, ഇൻ്റർനെറ്റ് ഉണ്ട് അല്ലേ. പ്രിൻ്റ് മീഡിയയിൽ എന്തൊക്കെയാണ്, ഇതൊക്കെ തിരിച്ചു മറിച്ച് വിട്ട് തന്നിട്ട് നിങ്ങളോട് അത് എഴുതാൻ ചോദിക്കും കേട്ടോ. എല്ലാം ഒന്ന് ഷഫിൾ ചെയ്തിട്ടിട്ട് ഏതൊക്കെയാണെന്ന് അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് എഴുതണം. പ്രിൻ്റ് മീഡിയയിൽ ഏതൊക്കെയാണ് വരുന്നത്? ന്യൂസ്, സ്പോർട്സ്, അഡ്വർടൈസ്മെൻറ്റ്, ആർട്ടിക്കിൾസ്, ഇതൊക്കെ എന്താണ് പ്രിൻ്റ് മീഡിയ അല്ലെ, അച്ചടി മാധ്യമങ്ങളിൽ വരുന്നതാണ്. എന്നാൽ റേഡിയോയിൽ കൂടെ ആണെങ്കിലോ അനൗൺസ്മെൻറ്റ്, വെതർ, ഫോർകാസ്റ്റ്, ഡ്രാമ, ഇതൊക്കെ റേഡിയോയിലൂടെയാണ്. ടെലിവിഷനോ സിനിമ, ന്യൂസ്, സ്പോർട്സ് അല്ലേ, ഇപ്പോൾ എല്ലാം ഉണ്ട് അല്ലേ. ഇൻ്റർനെറ്റോ ഓൺലൈൻ ന്യൂസുകളോ സ്പോർട്സോ, ഇപ്പോൾ നിങ്ങൾ ഇത് കാണുന്നത് തന്നെ നെറ്റ് വഴിയാണ് അല്ലേ. ഇൻ്റർനെറ്റ്, എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസുകൾ, ഇതെല്ലാം എന്താണ് ഇൻ്റർനെറ്റ് വഴിയാണ്. അപ്പോൾ ഈ രണ്ടെണ്ണവും വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ. അടുത്ത മൂന്നാമത്തെ ചോദ്യം, വായനയും എഴുത്തിനെയും മാധ്യമങ്ങൾ എങ്ങനെയാണ് ഒരു സംസ്കാരമാക്കി മാറ്റുന്നത്? വായനയും എഴുത്തിനെയും മാധ്യമങ്ങൾ എങ്ങനെയാണ് ഒരു സംസ്കാരമാക്കി മാറ്റുന്നത്? ഹൗ ഡു മീഡിയ മേക്ക് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് എ കൾച്ചർ? Media helps to foster reading and writing as a culture by providing information about libraries, book club and online writing communities. അതായത് വായനശാലകൾ, പുസ്തക ക്ലബ്ബുകൾ, ഓൺലൈൻ എഴുത്ത് കമ്മ്യൂണിറ്റികൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ട് മാധ്യമങ്ങൾ വായനയും എഴുത്തിനെയും ഒരു സംസ്കാരമാക്കി വളർത്താൻ സഹായിക്കുന്നു. അടുത്തത്, ഹൗ ഡു മീഡിയ ഹെൽപ്പ് സോഷ്യൽ പ്രോഗ്രസ്? മാധ്യമങ്ങൾ എങ്ങനെയാണ് സാമൂഹ്യ പുരോഗതിക്ക് സഹായിക്കുന്നത്? മാധ്യമങ്ങൾ എങ്ങനെയാണ് സാമൂഹ്യ പുരോഗതിക്ക് സഹായിക്കുന്നത്? വിവിധ സാക്ഷരതാ പരിപാടികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും ബോധവൽക്കരണം നടത്താനും മാധ്യമങ്ങൾ സഹായിക്കുന്നു. ഇത് സാമൂഹ്യ പുരോഗതിക്ക് ആക്കം കൂട്ടുന്നു. മീഡിയ ഹെൽപ്പ് ടു ബ്രിങ് ഇൻഫർമേഷൻ അബൌട്ട് വേരിയസ് ലിറ്റററി പ്രോഗ്രാംസ് ടു ദ public and create awareness. These accelerate social progress. അടുത്ത അഞ്ചാമത്തെ ചോദ്യം, മാധ്യമങ്ങളുടെ വികാസ പരിണാമം സൂചിപ്പിക്കുന്നത്. അതായത് ഒരു നമ്മളൊരു പോസ്റ്റർ തയ്യാറാക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് മീഡിയയെക്കുറിച്ച് മീഡിയ നമുക്ക് പ്രധാനമായിട്ടും നാലെണ്ണയിലും കുറഞ്ഞ നമുക്ക് പറയാം, 4 എണ്ണം അല്ലേ. പ്രിൻ്റ് മീഡിയ ഉണ്ട്, ബ്രോഡ്കാസ്റ്റ് മീഡിയ ഉണ്ട്, ഡിജിറ്റൽ മീഡിയ ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട് അല്ലേ. നമ്മളിപ്പോൾ ഈ യൂട്യൂബ് ആയാലും ഇൻസ്റ്റാഗ്രാം അതിങ്ങനെയൊക്കെയുള്ള എല്ലാം ഫേസ്ബുക്ക് അതൊക്കെ സോഷ്യൽ മീഡിയയാണ് അല്ലെ. പ്രിൻ്റ് മീഡിയ ഉണ്ട്, പ്രിൻ്റ് എന്ന് വെച്ചാൽ അച്ചടിയിലൂടെ അല്ലേ. ന്യൂസ് പേപ്പർ, അതുപോലെ തന്നെ പീരിയോഡിക്കൽ, ആനുകാലികങ്ങൾ, പത്രങ്ങളും ഇതെല്ലാം അച്ചടിയിൽ വരുന്നതാണ്. ബ്രോഡ്കാസ്റ്റ് എന്ന് വെച്ചാൽ റേഡിയോ, TV ഇങ്ങനെയൊക്കെയെല്ലാം ബ്രോഡ്കാസ്റ്റാണ്. ഇതെല്ലാം തിരിച്ചിട്ടും മറിച്ചിട്ടും തരും. ഏതൊക്കെയാണ് ഇത് അറിയണം കേട്ടോ. ഇനി ഡിജിറ്റലുണ്ട്, നമ്മുടെ വെബ്സൈറ്റുകളും ഓൺലൈൻ ന്യൂസ് പേപ്പറുകളും ഒക്കെ എന്താണ് ഡിജിറ്റലാണ്. സോഷ്യൽ മീഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ അല്ലേ, ഏതൊക്കെയുണ്ട് അതൊക്കെ. മാധ്യമങ്ങൾ എന്നാൽ എന്താണ്? വാട്ട് ഈസ് മീഡിയ? മീഡിയ ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഫോർ എൻഷുറിംഗ് ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ആൻഡ് സൊസൈറ്റി ഇൻ ഫോമിംഗ് സോഷ്യൽ റിലേഷൻഷിപ്പ്. Media is an important means of communications for ensuring interaction between individuals and society in forming social relationship. സാമൂഹ്യ ബന്ധങ്ങൾ രൂപപ്പെടുന്നതിൽ വ്യക്തികളും സമൂഹവുമായിട്ടുള്ള പാരസ്പര്യം ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രധാന ആശയവിനിമയ ഉപാധിയാണ് കുഞ്ഞുങ്ങളെ മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. സാമൂഹ്യ ബന്ധങ്ങൾ രൂപപ്പെടുന്നതിൽ വ്യക്തികളും സമൂഹവുമായിട്ടുള്ള പാരസ്പര്യം ഉറപ്പുവരുത്തുന്നതിനുമായുള്ള പ്രധാന ആശയവിനിമയ ഉപാധിയാണ് മാധ്യമങ്ങളെന്ന് പറയുന്നത്. 6 എണ്ണം. 7ാമത്തെ, മെൻഷൻ എക്സാമ്പിൾസ് ഫോർ ട്രഡീഷണൽ മീഡിയ. പരമ്പരാഗത മാധ്യമങ്ങൾക്ക് ഉദാഹരണങ്ങൾ പറയുക. പ്രിൻ്റ് മീഡിയയും ബ്രോഡ്കാസ്റ്റ് മീഡിയയും ഒക്കെ എന്താണ്? അച്ചടി മാധ്യമങ്ങളും പ്രക്ഷേപണ മാധ്യമങ്ങളും ഒക്കെ എന്താണ്? ട്രഡീഷണൽ മീഡിയ അല്ലെ, പരമ്പരാഗത മാധ്യമങ്ങൾക്ക് ഉദാഹരണമാണ്. മെൻഷൻ എക്സാമ്പിൾസ് ഫോർ ന്യൂ മീഡിയ. നവമാധ്യമങ്ങൾക്ക് ഉദാഹരണങ്ങൾ എന്ന് വെച്ചാൽ പണ്ടുള്ളതും ഇപ്പോൾ ഉള്ളതും. ഇപ്പോൾ എന്താണ്? ഡിജിറ്റൽ മീഡിയയും സോഷ്യൽ മീഡിയയും ഒക്കെയാണ് ഇപ്പോൾ വന്നത്. പണ്ട് ഇതുപോലെ വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല. ഡിജിറ്റൽ മീഡിയയും സാമൂഹ്യ മാധ്യമങ്ങളും ഒക്കെ ഇപ്പോഴുള്ള ന്യൂ മീഡിയകളാണ് കേട്ടോ. വാട്ട് യു മീൻ ബൈ
സ്റ്റീരിയോടൈപ്പ് എന്താണ്? സ്റ്റീരിയോടൈപ്പ് വാർപ്പ് മാതൃക എന്നാൽ എന്താണ്? വാർപ്പ് മാതൃക. സ്റ്റീരിയോടൈപ്സ് ആറ് സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ജനറലൈസ്ഡ് പെർസെപ്ഷൻസ് കേട്ടോ. സ്റ്റീരിയോടൈപ്സ് ആറ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് ജനറലൈസ്ഡ് പെർസെപ്ഷൻസ്. സാമാന്യവൽക്കരിച്ച മുൻധാരണകളോട് കൂടിയ പ്രസ്താവനകളെയാണ് വാർപ്പ് മാതൃക എന്ന് പറയുന്നത്. സാമാന്യവൽക്കരിച്ച മുൻധാരണകളോടുകൂടിയ പ്രസ്താവനകളെയാണ് വാർപ്പ് മാതൃക എന്ന് പറയുന്നത്. അച്ചടി മാധ്യമങ്ങളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രിന്റ് മീഡിയ? ന്യൂസ് പേപ്പേഴ്സ്, മാഗസീൻസ്, ബുക്സ് ആൻഡ് ഇൻക്ലൂഡഡ് ഇൻ പ്രിന്റ് മീഡിയ. ദേ പ്രൊവൈഡ് എ റിലയബിൾ ആൻഡ് ഇൻ ഡെപ്ത് റീഡിംഗ് എക്സ്പീരിയൻസ്. ആൾസോ ദേ ക്യാൻ ബി സ്റ്റോർഡ് ആൻഡ് റീയൂസ്ഡ് ഫോർ റീഡിംഗ്. Newspapers, magazines, books are included in print media. They provide a reliable and in-depth reading experience. Also, they can be stored and reused for reading. നമ്മൾ പത്രങ്ങൾ, മാസികകൾ, പുസ്തകങ്ങൾ എന്നിവ അച്ചടി മാധ്യമങ്ങളിലൊക്കെ ഉൾപ്പെടുന്ന അച്ചടി മാധ്യമങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എഴുതിക്കോണേ കേട്ടോ. വിശ്വസനീയവും ആഴത്തിലുള്ളതുമായ വായനാ അനുഭവം ഇത് നമുക്ക് നൽകുന്നുണ്ട്. നമുക്ക് വിശ്വസനീയവും അതുപോലെ തന്നെ ആഴത്തിൽ റിലയബിളുമാണ്, ഇൻഡെപ്ത് റീഡിംഗ് അല്ലേ, ആഴത്തിലുള്ളതുമായ വായനാ അനുഭവവും ഇവ തരുന്നു. കൂടാതെ ഇവ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കുന്നു എന്നതിനാൽ ഇതിനെ വീണ്ടും വായിക്കാൻ ഉപയോഗിക്കുന്നു. ഞാനിപ്പോൾ ഈ എഴുതി വെച്ചേക്കുന്നില്ലേ കുഞ്ഞുങ്ങളെ, ഇത് എഴുതി വെച്ചേക്കുന്നതായതുകൊണ്ട് എന്താ, എന്തെങ്കിലും ഒരു കാര്യമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതെടുത്ത് ഒന്നും കൂടി എടുത്ത് നോക്കിക്കൂടായോ എന്താണെന്ന്. അതാണ് ഈ എഴുതുന്നതിലുള്ള കേട്ടോ ഗുണങ്ങൾ. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് ഈ പ്രക്ഷേപണ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് മീഡിയ എന്ന് വെച്ചാൽ എന്താണ്? ഹൗ ഡസ് കമ്മ്യൂണിക്കേഷൻസ് ഹാപ്പൻ ത്രൂ ബ്രോഡ്കാസ്റ്റ് മീഡിയ? പ്രക്ഷേപണ മാധ്യമങ്ങളിലൂടെയുള്ള ആശയവിനിമയം എങ്ങനെയാണ്? പ്രക്ഷേപണ മാധ്യമങ്ങളിലൂടെയുള്ള ആശയവിനിമയം എങ്ങനെയാണ്? ദ കമ്മ്യൂണിക്കേഷൻ ത്രൂ ബ്രോഡ്കാസ്റ്റ് മീഡിയ ലൈക്ക് റേഡിയോ ആൻഡ് ടെലിവിഷൻ ഈസ് പോസിബിൾ ഓൺലി ഇൻ വൺ ഡയറക്ഷൻസ്. ദേ ക്യാൻ ഡെലിവർ ഇൻഫർമേഷൻ ടു എ ലാർജ് സെക്ഷൻസ് ഓഫ് ദ പോപ്പുലേഷൻസ് അറ്റ് ദ സെയിം ടൈം. നമ്മളിപ്പോൾ റേഡിയോ വെച്ചേക്കുന്നു അല്ലെങ്കിൽ ടി വി വെച്ചേക്കുന്നു അല്ലേ, ഇതൊക്കെ എന്താ അവർ പറയുന്നത് നമ്മൾ കേട്ടിരിക്കുന്നു എന്നല്ല ഉള്ളോ, നമുക്ക് തിരിച്ച് അവരോട് വല്ലതും പറയാൻ പറ്റുന്നുണ്ടോ? അതാ കുട്ടികളെ, അവർ പറയുന്നത് നമ്മൾ കേട്ടിരിക്കുക. അപ്പോൾ റേഡിയോ ഓൺ ചെയ്ത് വെച്ചിരുന്നാൽ അവർ എന്തൊക്കെ പറയുന്നോ നമ്മൾ കേട്ടിരിക്കുക എന്നുള്ള അല്ലേ. ടി വി വെക്കുമ്പോഴും അതുപോലെ നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മളെന്താ എന്തെങ്കിലുമൊക്കെ പിറുപുറത്തോണ്ട് പെരക്കി വെട്ടം നടക്കുന്നു എന്നല്ലാതെ നമുക്ക് എന്തെങ്കിലും അവരോട് പറയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. പ്രക്ഷേപണ മാധ്യമങ്ങളായ റേഡിയോ, ടെലിവിഷൻ എന്നിവയിലൂടെ ആശയവിനിമയം ഒരു ദിശ എന്ന് വെച്ചാൽ ഒരു ഭാഗത്തോട്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അല്ലേ. വലിയ ഒരു വിഭാഗം ജനങ്ങളിലേക്ക് ഒരേ സമയം വിവരങ്ങൾ എത്തിക്കാൻ ഇവയ്ക്ക് സാധിക്കുന്നു. അടുത്ത, വാട്ട് ആർ ദ തിങ്സ് യൂഷ്വലി അവൈലബിൾ ത്രൂ ബ്രോഡ്കാസ്റ്റ് മീഡിയ? പ്രക്ഷേപണ മാധ്യമങ്ങളിലൂടെ സാധാരണയായിട്ട് നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? ന്യൂസ്, മ്യൂസിക്, അതുപോലെ ഡിസ്കഷൻസ്, ഡിബേറ്റുകൾ ആൻഡ് സ്പോർട്സ് ആർ അവൈലബിൾ ത്രൂ ബ്രോഡ്കാസ്റ്റ് മീഡിയ. ഇനി ഈ ബ്രോഡ്കാസ്റ്റ് മീഡിയയിലൂടെ, പ്രക്ഷേപണ മാധ്യമങ്ങളിലൂടെ എന്തൊക്കെയാണ്? വാർത്തകൾ കേൾക്കാം, സംഗീതം, ചർച്ചകൾ, ഡിബേറ്റുകൾ അല്ലേ, സംവാദങ്ങൾ, കായിക വിനോദങ്ങൾ, എന്തൊക്കെയാണ് സ്പോർട്സ് അല്ലേ, തുടങ്ങിയവയൊക്കെയാണ് പ്രക്ഷേപണ മാധ്യമങ്ങളിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. 13ാമത്തെ, റേഡിയോ, ടെലിവിഷൻ പരിപാടികളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഏത് വിധമാണ് സംപ്രേഷണം ചെയ്യുന്നതെന്ന് അറിയിക്കുന്നത്? റേഡിയോ, ടെലിവിഷൻ പരിപാടികളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, റേഡിയോ ആയാലും ടി വി ആയാലും നമ്മളത് കേട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് അന്നേരം എന്തെങ്കിലും അവരോട് തിരിച്ചു പറയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അത് നമുക്ക് എങ്ങനെയായിരിക്കും? ഹൗ ആർ ദ ബ്രോഡ്കാസ്റ്റ് ഇൻഫോംഡ് അബൌട്ട് ദ ഒപ്പീനിയൻസ് ഓൺ റേഡിയോ ആൻഡ് ടെലിവിഷൻ പ്രോഗ്രാംസ്? ഒപ്പീനിയൻസ് അബൌട്ട് റേഡിയോ ആൻഡ് ടെലിവിഷൻ പ്രോഗ്രാംസ് ആർ യൂഷ്വലി കമ്മ്യൂണിക്കേറ്റഡ് ത്രൂ ലെറ്റേഴ്സിലൂടെയാണ് കേട്ടോ. റീസൺലി ദേ ക്യാൻ ആൾസോ കമ്മ്യൂണിക്കേറ്റഡ് ത്രൂ ഇമെയിൽ ആൻഡ് അതർ സോഷ്യൽ മീഡിയ. സാധാരണയായിട്ട് നമ്മൾ കത്തുകളിലൂടെയാണ് പണ്ട് കാലത്തൊക്കെ റേഡിയോ, ഇപ്പോഴാണ് നിങ്ങൾ അതിനൊന്നും വലിയ ഇതില്ലാത്തത്. പണ്ട് റേഡിയോ ആണ് എനിക്കൊക്കെ ഓർമ്മയുണ്ട്. രഞ്ജിനി, നമ്മൾ ഈ പാട്ട് കേൾക്കാനുള്ള ഒരു കൊതി കൊണ്ടുണ്ടല്ലോ, ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണി മുതൽ രഞ്ജിനി എന്ന് പറയുന്ന ഒരു പാട്ട് ഉണ്ട്. പാട്ടെല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് പറയുന്നതാണ് രഞ്ജിനി കേട്ടോ. ഇപ്പോഴും ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഉണ്ടല്ലോ നമ്മുടെ ഫോണിനകത്തിൽ റേഡിയോ ഉണ്ട് കേട്ടോ. റേഡിയോ ഗാർഡൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതിനകത്തിൽ നമുക്ക് ഇഷ്ടമുള്ള ചാനൽ വെച്ചിട്ട് റേഡിയോ കേട്ടുകൊണ്ട് അടുക്കളയിൽ നിന്ന് ജോലിയൊക്കെ ചെയ്യാൻ നല്ല ഒരു ഇതാവും. നിങ്ങളെ ഓരോ കാര്യങ്ങളും കേട്ടുമൊക്കെ നമുക്ക് നിൽക്കാൻ, അത് പഴയ ഞങ്ങളുടെ കൂട്ടമുള്ള അമ്മമാർക്കൊക്കെ അതറിയാം കേട്ടോ. അല്ലെങ്കിൽ ഒരു ചെറിയ പഴയ പാട്ടൊക്കെ വെച്ച് കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ആ ജോലിക്കൊരു ഉന്മേഷം വരും. രാവിലെ എഴുന്നേറ്റ്
നമ്മുടെ ആ മൂഡ് ഓഫ് ഒക്കെ ഒന്ന് മാറി കിട്ടും രാവിലെ കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് റേഡിയോയിലൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ അതൊരു പ്രത്യേക വൈബാണ് അല്ലേ, അതാണിവിടെ. അപ്പോൾ അന്ന് നമ്മൾ ഈ പാട്ടോ എന്തെങ്കിലുമൊക്കെ നമുക്ക് സംശയങ്ങളോ ഉണ്ടെങ്കിൽ കത്തുകളിലൂടെ ആയിരുന്നു നമ്മൾ ആകാശവാണിയിലോട്ട് അയച്ചിരുന്നത് അല്ലേ, അല്ലെങ്കിൽ റേഡിയോ നിലയത്തിലോട്ട് തിരുവനന്തപുരത്തോ തൃശ്ശൂരോ ഒക്കെ ഉണ്ടായതോട്ട് അയച്ചിരുന്നത്. അത് എന്താ, നമ്മൾ അയച്ച ഒരാഴ്ചയ്ക്കുള്ളിൽ അവർ പിന്നെ പ്രതികരണം എന്ന് പറയുന്ന ഒരു പരിപാടി വെക്കും. അതിലൂടെയാണ് ഇന്ന ആൾ അയച്ച കത്തിൽ ഇന്നതുണ്ടായിരുന്നു എന്നൊക്കെ അവർ പറയും. അല്ലെങ്കിൽ ശനിയാഴ്ച ഒരു ദിവസം പ്രതികരണം എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതിലൂടെയാണ് അതിൻ്റെ തിരിച്ച് കമൻറ്റ് നമ്മളോട് തിരിച്ച് പറയുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെ വല്ലതും ഉണ്ടോ? ഇന്ന് എന്തോ ഉണ്ടെങ്കിലും അപ്പോഴേ എന്താണ് അവർ പ്രത്യേകമായിട്ടൊരു അതിന് വേണ്ടി ഒരു ചാനലൊക്കെ തുടങ്ങി അല്ലേ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യാം. അതാണ് റീസെൻ്റ്ലി ഇപ്പോൾ എന്താ സമീപകാലത്തായി ഇമെയിലുകളും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളും എന്നിവയിലൂടെ നമുക്ക് അറിയിക്കാൻ പറ്റും കേട്ടോ. പണ്ട് അങ്ങനെയല്ല, കത്തിലൂടെ മാത്രമായിരുന്നു കേട്ടോ. അത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ. ഓക്കെ. വിവരസാങ്കേതിക വിദ്യാ നിയമം 2000 പ്രാധാന്യം വ്യക്തമാക്കുക. ഇമ്പോർട്ടൻസ് ഓഫ് ദ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ആക്ട് 2000. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്. പനിക്കറിയുമോ നിങ്ങളെ വല്ലാത്ത അസ്വസ്ഥത, അതുകൊണ്ടാട്ടോ ഞാൻ 2-3 ഫോട്ടോ വിട്ടായിരുന്നു. വിവരസാങ്കേതിക വിദ്യാ നിയമം 2000 പ്രാധാന്യം വ്യക്തമാക്കുക. തെറ്റായ വാർത്തകൾ സൃഷ്ടിക്കുന്നതിനും പ്രചരിക്കുന്നതിനും എതിരായ നിയമമാണ് വിവരസാങ്കേതിക വിദ്യാ നിയമം 2000. നമുക്ക് എന്തെങ്കിലും തെറ്റായ വാർത്തകൾ സൃഷ്ടിക്കുന്നതിനും അത് പ്രചരിപ്പിക്കുന്നതിനും എതിരായിട്ടുള്ള ഒരു നിയമമാണ് വിവര സാങ്കേതിക വിദ്യാ നിയമം, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്. ഇനി അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടാണ് എന്താണ് ഈ സമഗ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സമഗ്ര ഈസ് എ portal created by the Department of Education in Kerala to support learning activities. It is used to share and help in learning resources. Samagra is a portal created by the Department of Education in Kerala to support learning activities. It is used to share and help in learning resources. നമ്മുടെ പഠന പ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണ നൽകുന്നതിനായിട്ട് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ ഒരു പോർട്ടാണ് സമഗ്ര. പഠന വിഭവങ്ങൾ പങ്കുവയ്ക്കാനും പഠനത്തെ സഹായിക്കാനും ഇത് ഉപയോഗിക്കുന്നു. പഠന പ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണ നൽകുന്നതിനായിട്ട് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ ഒരു പോർട്ടാണിത്. പഠന വിഭവങ്ങൾ പങ്കുവയ്ക്കാനും പഠനത്തെ സഹായിക്കാനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത 16ാമത്തെ ചോദ്യം. വാട്ട് ചേഞ്ചസ് ഡിഡ് ദ അഡ്വെൻറ്റ് ഓഫ് ദ ഇൻ്റർനെറ്റ് ബ്രിങ് ടു ദ മീഡിയ? നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ വരവ് മാധ്യമങ്ങളിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെ? ഇൻ്റർനെറ്റ് വന്നതോടുകൂടി എന്തെല്ലാം മാറ്റങ്ങളല്ലേ നമ്മളൊക്കെ ഇപ്പോൾ ഈ പഠിക്കുന്നത് കാണുന്നതും ഒക്കെ എല്ലാം നെറ്റിലൂടെയല്ലേ അല്ലേ. ഇൻ്റർനെറ്റിൻ്റെ വരവോടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ നിലവിൽ വന്നു. വൈബ് സെറ്റുകൾ, ഓൺലൈൻ വാർത്തകൾ, ബ്ലോഗുകൾ എന്നിവ തത്സമയ വിവരങ്ങൾ നൽകാനും സാമൂഹിക പാരസ്പര്യം വർദ്ധിപ്പിക്കാനും സഹായിച്ചു. ഇൻ്റർനെറ്റിൻ്റെ വരവോടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ നിലവിൽ വന്നു. വെബ്സൈറ്റുകളും ഓൺലൈൻ വാർത്തകളും ബ്ലോഗുകൾ എന്നിവ തത്സമയ വിവരങ്ങൾ നൽകാനും സാമൂഹ്യ പാരസ്പര്യം വർദ്ധിപ്പിക്കാനും ഇത് സഹായിച്ചു. ദ അഡ്വെൻറ്റ് ഓഫ് ദ ഇൻ്റർനെറ്റ് ലെഡ് ടു ദ ക്രിയേഷൻസ് ഓഫ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. വെബ്സൈറ്റ്, ഓൺലൈൻ ന്യൂസ് ആൻഡ് ബ്ലോഗ്സ് ഹെൽപ്പ് ടു പ്രൊവൈഡ് റിയൽ ടൈം ഇൻഫർമേഷൻ ആൻഡ് ഇൻക്രീസ് സോഷ്യൽ ഇൻറ്ററാക്ഷൻ. ഓക്കെ. അടുത്ത എന്താണ് സോഷ്യൽ മീഡിയ? നമ്മളെല്ലാം പറയുന്നത് എന്തോ ഈ സോഷ്യൽ മീഡിയ, സാമൂഹ്യ മാധ്യമങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? സോഷ്യൽ മീഡിയ ആർ ഓൺലൈൻ പ്ലാറ്റ്ഫോം ദാറ്റ് അലോസ് കൺസ്യൂമേഴ്സ് ടു ക്രിയേറ്റ്, ഷെയർ ആൻഡ് ഇൻറ്ററാക്ട് വിത്ത് കണ്ടന്റ് സച്ച് ആസ് എ ടെക്സ്റ്റ്, ഇമേജ് ആൻഡ് വീഡിയോസ്. Social media are online platform that allow consumers to create, share and interact with the content such as text, image and videos. എഴുത്ത്, ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ പോലെയുള്ള ഉള്ളടക്കം സൃഷ്ടിക്കാനും ഒരു ഉള്ളടക്കം സൃഷ്ടിക്കാനും അത് പങ്കിടാനും അത് സമ്പാദിക്കാനും ഉപഭോക്താക്കളെ അനുവദിക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളാവും നിങ്ങളെ സാമൂഹ്യ മാധ്യമങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. 18ാമത്തെ ചോദ്യം. മാധ്യമങ്ങളുടെ വിവിധ രൂപങ്ങൾ ഏതെല്ലാം? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് മീഡിയ? പ്രധാനപ്പെട്ട 2 മീഡിയകളാണ് നമുക്കുള്ളത്. ഡിഫറെൻറ്റ് ഫോം ഓഫ് മീഡിയ ഏതാണെന്ന് ചോദിച്ചാൽ പരമ്പരാഗത മാധ്യമങ്ങളെന്നും നവമാധ്യമങ്ങളെന്നും 2ആയിട്ട് തിരിക്കാം. ട്രഡീഷണൽ മീഡിയ ആൻഡ് ന്യൂ മീഡിയ. ഈ ട്രഡീഷണൽ മീഡിയക്കകത്തെന്ന് വെച്ചാൽ
എന്താ വൺ വേ കമ്മ്യൂണിക്കേഷനാണ്, ഏകദിശയാണ്. ഇപ്പം നമ്മൾ റേഡിയോ ആയാലും ടി വി ആയാലും ഇതൊക്കെ എന്താ ഒരു വൺ വേ അല്ലേ, ഒരിടത്തോട്ട് മാത്രം ഏകദിശയെന്ന് പറയാം, ഒറ്റ ദിശയിലോട്ട് മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരു ഇങ്ങോട്ട് പറയുന്നതേ കേൾക്കാൻ പറ്റുന്നുള്ളൂ, അങ്ങോട്ട് വല്ലതും നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. പക്ഷേ നവമാധ്യമങ്ങൾ ടു വേ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അത് ഇരു ദിശകളിലേക്കും വിനിമയം പറ്റും അല്ലേ. ഇൻട്രാക്ഷൻ ഈസ് ലിമിറ്റഡ് ആണ് ട്രഡീഷണൽ മീഡിയയിൽ. പരമ്പരാഗത മാധ്യമങ്ങളിൽ പാരസ്പര്യം പരിമിതമാണ്, പക്ഷെ നവമാധ്യമങ്ങളിലോ ഹൈ ഇൻട്രാക്ഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻസ്. ഇനി ട്രഡീഷണലാണെങ്കിൽ അത് ഫിസിക്കൽ ഫോമാണ്, ഭൗതിക രൂപമാണ്. ന്യൂ മീഡിയയിലാണെങ്കിലോ അത് ഡിജിറ്റൽ ഫോമാണ്. പിന്നെ ട്രഡീഷണൽ മീഡിയയിൽ ലിമിറ്റഡ് പാർട്ടിസിപ്പേഷൻ, ഒരു പരിമിതമായ പങ്കാളിത്തമാണെങ്കിൽ അത് ന്യൂ മീഡിയയിൽ അത് ക്രിയേറ്റ് പാർട്ടിസിപ്പേഷനാണ്, ക്രിയാത്മക പങ്കാളിത്തവും ആണ് കേട്ടോ. അതത്രയും കണ്ടോ പരമ്പരാഗത മാധ്യമങ്ങളും നവമാധ്യമവും തമ്മിലുള്ള വ്യത്യാസം എന്ത്. അടുത്തത് പരമ്പരാഗത മാധ്യമങ്ങളും നവമാധ്യമങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താന്ന്, അവ തങ്ങളിലുള്ള ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇത്രയൊക്കെ മാറ്റങ്ങളാണ് അവിടെ വരുന്നത്. ഇനി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ട്രഡീഷണൽ ആൻഡ് ന്യൂ മീഡിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രിന്റ് ആൻഡ് ബ്രോഡ്കാസ്റ്റ് മീഡിയ ആറ് ട്രഡീഷണൽ മീഡിയ. In them, communication happen only in one directions. However, digital and social media are a new media. In them, communication happens smoothly in both directions. കറക്റ്റ് ആ രണ്ട് വരി അങ്ങ് എഴുതിയാലും മതി കേട്ടോ. അത് തങ്ങളുടെ ഡിഫറൻസ് ചോദിക്കുമ്പോൾ ഇതങ്ങ് എഴുതിയാൽ മതി. മറ്റേ നിങ്ങൾക്ക് പാടായിട്ട് വല്ലതും തോന്നുന്നു കേട്ടോ. ഇത് നമ്മൾ എഴുതുന്നതിനനുസരിച്ച് മാർക്ക് കിട്ടുവേ. അച്ചടി മാധ്യമങ്ങളും പ്രക്ഷേപണ മാധ്യമങ്ങളും പരമ്പരാഗത മാധ്യമങ്ങളാണ്. ഇവയിൽ ആശയവിനിമയം, മേളത്തെയും താഴത്തെയും കൊണ്ട് നോക്കണം, ഇവയിൽ ആശയവിനിമയം ഒരു ദിശയിൽ മാത്രമാണ് നടക്കുന്നത്. എന്നാൽ ഡിജിറ്റൽ മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും നവമാധ്യമങ്ങളാണ്. ഇവയിൽ ആശയവിനിമയം ഇരു ദിശകളിലേക്കും സുഗമമായിട്ട് നടക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. 19ാമത്തെ ചോദ്യം. അടുത്തത് 20ാമത്തെ ചോദ്യം. സാമൂഹ്യ മാധ്യമങ്ങളുടെ അമിത ഉപയോഗം സൃഷ്ടിക്കുന്ന കൂടുതൽ പ്രശ്നങ്ങൾ എന്തെല്ലാം? ഇത് കൂടിക്കഴിഞ്ഞാലും പ്രശ്നങ്ങളാവും നിങ്ങളെ. ഇപ്പം പുതിയൊരു പടം ഇറങ്ങിയായിരുന്നില്ല, അങ്ങനെ ഒരു പെണ്ണ് അല്ലേ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി, അങ്ങനെ ദിലീപിൻ്റെ ഓർമ്മയുണ്ടോ? സാമൂഹ്യ മാധ്യമങ്ങളുടെ അമിത ഉപയോഗം സൃഷ്ടിക്കുന്ന കൂടുതൽ പ്രശ്നങ്ങൾ. മോർ പ്രോബ്ലംസ് ദാറ്റ് എക്സസീവ് യൂസ് ഓഫ് സോഷ്യൽ മീഡിയ ക്രിയേറ്റ്. ഒന്ന്, ദ അഡ്വേഴ്സ്ലി അഫക്റ്റ് സ്റ്റുഡൻസ് ലേണിംഗ് ആൻഡ് ദെയർ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത്. വിദ്യാർത്ഥികളുടെ പഠനത്തെയും, നമ്മൾ കൂടുതലായിട്ട് ഫോണും നെറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഠനത്തെയും ശാരീരിക മാനസിക ആരോഗ്യത്തെയും അത് പ്രതികൂലമായിട്ട് ബാധിക്കും. ഓർത്തോണേ, അമിതമായിട്ട് ഫോണ് നെറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നോ അത് നമ്മളുടെ എന്ന് വെച്ചാൽ കൂടുതൽ സമയം നമ്മൾ ചിലവഴിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ പഠനത്തെയും അത് ശാരീരിക മാനസിക രോഗം അത് പ്രതികൂലമായിട്ട് ബാധിക്കുന്നു. ദ എക്സസീവ് യൂസ് ഓഫ് മീഡിയ ക്രിയേറ്റ് ഡിസ്റ്റൻസ് ഇൻ പേഴ്സണൽ ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ്. അനിയന്ത്രിതമായ ഉപയോഗം, നിയന്ത്രിതമായ ഉപയോഗം, അതാണ് കേട്ടോ, അനിയന്ത്രിതമായ ഉപയോഗം, നിയന്ത്രിതമായ ഉപയോഗം വ്യക്തിബന്ധങ്ങളെയും സാമൂഹ്യ ബന്ധങ്ങളിലെയും അകലം സൃഷ്ടിക്കുന്നു. അതുപോലെ തന്നെ ഉറക്കക്കുറവുണ്ടാകുന്നു, അതുപോലെ തന്നെ ശ്രദ്ധക്കുറവുണ്ടാകുന്നു. ഇതെല്ലാം നമ്മൾ അമിതമായിട്ട് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള കുഴപ്പങ്ങളാണ് കേട്ടോ. സാമൂഹ്യ മാധ്യമങ്ങളുടെ അമിത ഉപയോഗം വന്നു കഴിഞ്ഞാലുള്ള കുഴപ്പങ്ങളാണ് പറഞ്ഞത്. അടുത്ത എന്താണ് സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ സാമൂഹ്യീകരണം എന്നാൽ എന്താണ്? സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്നും പെരുമാറണമെന്നും ചെറുപ്പം മുതൽ തന്നെ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നുമാണ് നമ്മൾ പഠിച്ചെടുക്കുന്നത് അല്ലേ. ഇതിനെയാണ് നമ്മൾ സാമൂഹ്യീകരണം എന്ന് പറയുന്നത്. സോഷ്യലൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ലേണിംഗ് ഫ്രം വൺ എൻവയോൺമെൻറ്റ് ഹൗ ടു ലിവ് ആൻഡ് ബിഹേവ് ഇൻ സൊസൈറ്റി ഫ്രം ചൈൽഡ്ഹുഡ്. കുട്ടിക്കാലം മുതൽ എങ്ങനെ പെരുമാറണം, എങ്ങനെ ജീവിക്കണം എന്നൊക്കെ ഒന്നീ നമ്മുടെ വീട്ടുകാരിൽ നിന്നോ അല്ലെങ്കിൽ അതിന് വട്ടമുള്ള ആൾക്കാരിൽ നിന്നോ ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. ഇതിനെ നമ്മളെന്ത് പറയുന്നത് സാമൂഹ്യീകരണം അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. 22ാമത്തെ ചോദ്യം. വാട്ട് ആർ ദ റോൾ ഓഫ് മീഡിയ സോഷ്യലൈസേഷൻ? ഈ സാമൂഹ്യീകരണത്തിൽ മാധ്യമങ്ങൾക്കുള്ള പങ്ക് എന്താണ്? വാട്ട് ആർ ദ റോൾ ഓഫ് മീഡിയ ഇൻ സോഷ്യലൈസേഷൻ? നാം സമൂഹത്തിൽ എങ്ങനെ ഇടപെടണം, എന്താഗ്രഹിക്കണം, എന്ത് തീരുമാനിക്കുന്നതിലും വ്യക്തിത്വ രൂപീകരണത്തിലും മാധ്യമങ്ങൾ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന സാമൂഹ്യ മൂല്യങ്ങളും വഴക്കങ്ങളും മാധ്യമങ്ങളിലൂടെയും വിനിമയം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. മീഡിയ എക്സർട്ട് ദെയർ ഇൻഫ്ലുവൻസ് ഓൺ ഹൗ വി മസ്റ്റ് ഇൻ്റർവെൻ ഇൻ സൊസൈറ്റി
വാട്ട് വി ഷുഡ് ഡിസയർ ആൻഡ് ഇൻ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് social values and attitudes which are transmitted from one generations to the other are transmitted through media as well. കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇതാണ്. അതായത് സാമൂഹ്യീകരണത്തിൽ മാധ്യമങ്ങൾക്കുള്ള പങ്ക് എന്താണ്, മീഡിയ സോഷ്യലൈസേഷൻ്റെ റോൾ എന്തൊക്കെയാണെന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അടുത്തത്, നമ്മൾ ഈ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് നിയമപരമായിട്ട് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? എന്തെങ്കിലുമൊക്കെ വ്യാജ വാർത്ത വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ എങ്ങനെ നിയമപരമായിട്ട് നേരിടാം? തെറ്റായ വാർത്തകൾ സൃഷ്ടിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് വിവര സാങ്കേതിക വിദ്യാ നിയമം നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, IT ആക്ട് പ്രകാരം ശിക്ഷാർഹമാണ്. ക്രിയേറ്റിംഗ് ആൻഡ് സ്പ്രെഡിങ് സച്ച് എ ഫേക്ക് ന്യൂസ് ഈസ് പണിഷബിൾ അണ്ടർ ദ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്. 2000 കേട്ടോ. നമുക്ക് വ്യാജ വാർത്തകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ആക്റ്റിൽ കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, 23. 24ാമത്തെ ചോദ്യം, എന്താണ് ഡിജിറ്റൽ മര്യാദ എന്നുദ്ദേശിക്കുന്നത്? ഡിജിറ്റൽ മര്യാദകൾ, ഡിജിറ്റൽ എർത്തിക്വേറ്റ് എന്നാണ് കേട്ടോ, എർത്തിക്വേറ്റ്. ഡിജിറ്റൽ ഇടങ്ങളിൽ ഇടപഴകുമ്പോൾ വ്യക്തികൾ പിന്തുടരുമെന്ന് പ്രതീക്ഷിക്കുന്ന ശരിയായതും മാന്യവുമായ പെരുമാറ്റങ്ങളാണ് ഡിജിറ്റൽ മര്യാദകൾ എന്ന് പറയുന്നത് കേട്ടോ. ഡിജിറ്റൽ എറ്റിക്വേറ്റ് എന്നാണ് കറക്റ്റ്, എന്ന് പറയത്തില്ല, എറ്റിക്വേറ്റ് റിഫേഴ്സ് ടു ദ പ്രോപ്പർ ആൻഡ് റെസ്പെക്റ്റ്ഫുൾ ബിഹേവിയർ ദാറ്റ് ഇൻഡിവിജ്വൽസ് ആർ എക്സ്പെക്റ്റഡ് ടു ഫോളോ വൈൽ ഇൻറ്ററാക്ടിങ് ഇൻ ഡിജിറ്റൽ സ്പേസ്. അതുപോലെ തന്നെ വാട്ട് ആർ ദ ഗൈഡ് ലൈൻസ് ഓഫ് ഡിജിറ്റൽ എറ്റിക്വേറ്റ്? ഡിജിറ്റൽ മര്യാദകളുടെ മാർഗനിർദ്ദേശങ്ങൾ എന്തെല്ലാമാണ്? റെസ്പെക്റ്റ് അതേഴ്സ് പ്രൈവസി, മറ്റുള്ളവരുടെ സ്വകാര്യതയെ മാനിക്കുക, വല്ലവൻ്റെയും കാര്യത്തിൽ ചെന്ന് ഇടപെടരുതെന്ന്, മറ്റുള്ളവരുടെ സ്വകാര്യത മാനിക്കുക. അവോയ്ഡ് അബ്യൂസ് ലാംഗ്വേജ്, ആവശ്യമില്ലാത്ത ഭാഷ ഒഴിവാക്കുക, നിന്ദ്യമായ ഭാഷ ഒഴിവാക്കുക. ബി കെയർഫുൾ ഓഫ് ദ മെസ്സേജ് ഇൻ ഡിജിറ്റൽ സ്പേസസ്, സന്ദേശങ്ങളെക്കുറിച്ചുള്ള ജാഗ്രത പുലർത്തുക. എന്തെങ്കിലുമൊക്കെ സന്ദേശങ്ങൾ വരുവാണെങ്കിൽ ഒന്ന് കരുതി എഴുതും അല്ലേ, സന്ദേശങ്ങളെക്കുറിച്ച് ജാഗ്രത പുലർത്തുക. ബി കെയർഫുൾ ഇൻ ഷെയറിംഗ് പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നതിൽ ശ്രദ്ധ പുലർത്തുക അല്ലേ, ആവശ്യമില്ലാത്ത പോസ്റ്റുകൾ ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പാസ് ചെയ്യാതിരിക്കുക. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിജിറ്റൽ മര്യാദകളുടെ മാർഗനിർദ്ദേശങ്ങൾ എന്തെല്ലാമാണ്? ഒരു 4 പോയിന്റ് ഉണ്ട്, 4 പഠിക്കണം കേട്ടോ. അടുത്തത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇപ്പം കുട്ടികൾക്ക് എന്താണ്, പണ്ട് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു വിഷയമാണ് അല്ലേ, ഇപ്പം എല്ലാം AI ആണ്. AI ആണെന്നല്ലേ, ഈ വർഷം മുതലെല്ലാം AI ആണ്. നിർമ്മിത ബുദ്ധി എന്നാൽ എന്താണ്? മനുഷ്യരെ പോലെ ചിന്തിക്കാനും തീരുമാനമെടുക്കാനും യന്ത്രങ്ങളെ സജ്ജമാക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാവും ഞങ്ങളെ നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ AI എന്ന് പറയുന്നത് അല്ലേ. ഇപ്പം AI മൂലം ഫോണിൽ കൂടെ എന്തെല്ലാം കാര്യങ്ങളാണ്. ഇത് കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ വഴിയുള്ള മനുഷ്യബുദ്ധിയുടെ അനുകരണത്തെ സൂചിപ്പിക്കുന്നു എന്നാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഷോർട്ട് ഫോമാണ് AI കേട്ടോ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എക്വിപ്പ് മെഷീൻസ് ടു തിങ്ക് ആൻഡ് മേക്ക് ഡിസിഷൻസ് ലൈക്ക് ഹ്യൂമൻസ്. ഇറ്റ് റെഫേഴ്സ് ടു ദ സൈമിൾട്ടേഷൻസ് ഓഫ് ഹ്യൂമൻ ഇൻ്റലിജൻസ് ബൈ കമ്പ്യൂട്ടർ സിസ്റ്റം. ഇതേതാ, കമ്പ്യൂട്ടർ സിസ്റ്റം വഴിയാണ് ഇതെല്ലാം കേട്ടോ. ഓക്കെ ആണല്ലോ. 26. 27ാമത്തെ ചോദ്യം, വാട്ട് ഈസ് എ ബിഗ് ഡേറ്റ? എന്താണ് ഈ ബിഗ് ഡേറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ടെസ്റ്റിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കി മാത്രമേ 30 ക്വസ്റ്റ്യൻ എഴുതിയിട്ടുള്ളൂ. എഴുതാനാണെങ്കിൽ ഇഷ്ടംപോലൊരു 10-60 ക്വസ്റ്റ്യനോളം എഴുതാനുള്ളതുണ്ട്. പക്ഷേ നമ്മളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കിയാണ് 30 ഞാൻ തന്നിരിക്കുന്നത്. എന്താണ് ബിഗ് ഡേറ്റ? Big data refers to large data set that are too complex and cannot be handled by conventional data പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ. വളരെ സങ്കീർണവും പരമ്പരാഗത ഡേറ്റ പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയറിംഗ് കൈകാര്യം ചെയ്യാൻ കഴിയാത്തതുമായ വലിയ ഡേറ്റ സൈറ്റുകളെയാണ് ബിഗ് ഡേറ്റ എന്ന് പറയുന്നത്. ബിഗ് ഡേറ്റ. അതുപോലെയാണ് അൽഗോരിതം എന്നാൽ എന്താണ്? അൽഗോരിതം ആർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊഡ്യൂസേഴ്സ് ഓർ ഫോർമുലാസ് ഫോർ സോൾവിങ് എ പ്രോബ്ലം. They are used to analyze data, identify patterns and make predictions. ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഘട്ടമായിട്ടുള്ള നടപടിക്രമങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫോർമുലകളോ ആണ് നമ്മൾ ഈ അൽഗോരിതങ്ങൾ എന്ന് പറയുന്നത്. ഡേറ്റകളെ വിശകലനം ചെയ്യാനും അതുപോലെ തന്നെ പാറ്റേണുകൾ തിരിച്ചറിയാനും പ്രവചനങ്ങൾ നടത്താനും ഒക്കെ ഇവ കൂടുതലായിട്ടും അൽഗോരിതങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് മീഡിയ ലിറ്ററസി അല്ലെങ്കിൽ മാധ്യമ സാക്ഷരത എന്നാൽ എന്താണ്?
Media literacy is the ability to access, analyze, evaluate, create and communicate messages received through various forms of media. വിവിധ മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന സന്ദേശങ്ങളെ മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനും വിലയിരുത്താനും സ്വന്തമായി സൃഷ്ടിക്കാനും ആശയവിനിമയം നടത്താനുമുള്ള കഴിവിനെയാണ് മാധ്യമ സാക്ഷരത എന്ന് പറയുന്നത്. മീഡിയ ലിറ്ററസി കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതും. ഇനി എൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആവും നിങ്ങൾ, എന്താണ് ഡിജിറ്റൽ ലിറ്ററസി എന്നാൽ എന്താണ്? ഡിജിറ്റൽ അല്ലേ, ഡിജിറ്റൽ സാക്ഷരത. ഡിജിറ്റൽ ലിറ്ററസി ഈസ് ദ എബിലിറ്റി ടു ഫൈൻഡ് ആൻഡ് ഇവാലുവേറ്റ് ഇൻഫർമേഷൻ ഇൻ ഡിജിറ്റൽ സ്പേസസ് ആൻഡ് യൂസ് ഡിജിറ്റൽ ടൂൾസ് ആൻഡ് ടെക്നോളജീസ് എഫക്റ്റീവ്ലി. Digital literacy is the ability to find and evaluate information in digital space and use digital tools and technologies effectively. അതായത് ഡിജിറ്റൽ ഇടങ്ങളിൽ വിവരങ്ങൾ കണ്ടെത്തുന്നതിനും അത് വിലയിരുത്തുന്നതിനും അത് പങ്കുവയ്ക്കുന്നതിനും ഡിജിറ്റൽ ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനുള്ള കഴിവിനെയാണ് ഡിജിറ്റൽ സാക്ഷരത അല്ലെങ്കിൽ ഡിജിറ്റൽ ലിറ്ററസി എന്ന് പറയുന്നത്. ഓക്കെ ആണോ നിങ്ങളെ? ഞാൻ ഈ 30 ക്വസ്റ്റ്യൻ അതുപോലെ വൺ വേർഡും കുറേ ഉണ്ട്, നിങ്ങൾ വൃത്തിയായിട്ട് എഴുതിയെടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി കേട്ടോ. എഴുതിയെടുക്കുക മാത്രമല്ല അത് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി കേട്ടോ. പഠിച്ച് നമ്മളിപ്പോൾ എന്താ ഫസ്റ്റ് പാർട്ട് 1 ടെസ്റ്റിലെ ഫുള്ള് ചാപ്റ്റർ നമ്മൾ, അതായത് 7 ചാപ്റ്ററാണ് ഒന്നാമത്തെ പാർട്ടിൽ, ആ 7 ചാപ്റ്ററിൻ്റെയും നോട്ട് നമ്മുടെ ചാനലിലുണ്ട്. സോഷ്യൽ മാത്രമല്ല കുഞ്ഞുങ്ങളെ, സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉണ്ട്, മാത്സ് ഉണ്ട് കേട്ടോ. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഏത് വിഷയമെന്നില്ല എല്ലാ വിഷയത്തിൻ്റെയും ഒരുവിധം ഞാൻ നോട്ടുകൾ ഇടുന്നുണ്ട്. നിങ്ങൾ ചാനൽ കയറി നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഏതാണോ വേണ്ടുന്നത് അത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണം കേട്ടോ. കമൻറ്റ് പറയണേ കുഞ്ഞുങ്ങളെ, ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ പറയണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.